കോൺഗ്രസിന് നാണക്കേടുണ്ടാക്കിയോ ഇല്ലയോ? അതൊക്കെ ഞങ്ങൾ പാർട്ടി തീരുമാനിക്കട്ടെ. നിങ്ങൾ ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ പ്രഖ്യാപിക്കുന്ന അനുസരിച്ച് അതിന് മറുപടി UDF കൺവീനർ എന്നുള്ള നിലയിൽ എന്റെ ഭാഗത്തുനിന്ന് കിട്ടുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാം. അഭിമാനമാണ് ഉണ്ടാക്കുന്നയാള്. ഇയാളെ കുറിച്ച് വരുന്ന വാർത്തകളും പരാതികളും ഒക്കെ കോൺഗ്രസ് അഭിമാനം ഉണ്ടാക്കുന്നതാണോ? അല്ല, അത് ഞങ്ങൾ കാര്യങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഞങ്ങൾ ചിന്തിക്കട്ടെ, അതിനുശേഷം ഞങ്ങൾ നേതാവായി അങ്ങേക്ക് ഇത്രയൊക്കെ ആലോചിക്കാനുണ്ട് ഈ കേസിലൊക്കെ. ഒരു പരാതിയല്ലേ, ഒരു ഇത്ര പരാതി വരെ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ, UDF കൺവീനർ എന്നുള്ള നിലയിൽ ഈ നിമിഷം വരെയും എനിക്ക് ഒരു പരാതി ആരും തന്നിട്ടില്ല. ആ പരാതി തരാത്തിടത്തോളം കാലം ആ പരാതിയുടെ നിജസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യണമെങ്കിൽ ഒരു പരാതി കിട്ടണം. ഇതില്ല, ഞാൻ ഇത് ചോദിച്ചതിൻ്റെ ഒരു ചോദ്യം ഒന്ന് പൂർത്തീകരിക്കട്ടെ. ആ പരാതി വന്നതിന് ശേഷം ആ പരാതി വന്നാൽ ആ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കും. ശരിയോ തെറ്റോ എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തും. ആ അന്വേഷണം നടത്തിയിട്ട് കാര്യങ്ങൾ നിങ്ങളോട് മറുപടി പറയും. ഈ പുറത്ത് വന്ന കുറെ ശബ്ദ സംഭാഷണങ്ങളൊക്കെ താങ്കൾ സ്വാഭാവികമായി കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിനോട് ഇപ്പൊ കോൺഗ്രസ് നേതാവോ UDF കൺവീനറോ എന്നൊന്നും വേണ്ട, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾക്ക് എന്താ തോന്നുന്നു? ഇതുപോലെ ഒരുപാട് പേരുടെ ശബ്ദ സന്ദേശങ്ങളും ഇതുപോലെ പല കാര്യങ്ങളും പുറത്തു വന്നിട്ടുള്ളതാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല. കേരളം ഉണ്ടായ നാള് മുതൽ ഉള്ള ഓരോ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കാം. വെരി സിമ്പിൾ ആണിത്. അങ്ങനെയല്ലേ, വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, വെറുതെ അങ്ങനെ വന്ന ഒരു സംഭവം അല്ല. അത് അങ്ങനെ നിങ്ങൾ ആ വാർത്തയാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അത് മനസ്സിലായിട്ടും അങ്ങനെ എന്തിനാണ് പറയുന്നത്? ചാനലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ ഒരു വാർത്ത കൊടുക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെന്ന് എനിക്ക് നന്നായി ബോധ്യമുള്ള ഒരാളാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇത്തരത്തിൽ തന്നെ പ്രതികരിക്കുന്നത്. കൊടുക്കാമോ? UDF കൺവീനർ രാഹുലിന്റെ വിശ്വാസമാണ് മറിച്ച് തെളിയിക്കപ്പെടുന്നത് വരെ അങ്ങനെ കൊടുക്കാമോ ഞങ്ങൾക്ക് വാർത്ത? അതിപ്പോ വാർത്ത കൊടുക്കും. വാർത്ത ഇപ്പൊ അത് അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് വിശ്വാസമുണ്ട്. അതിനകത്ത് KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ആ വിശദീകരണം വരട്ടെ, നമുക്ക് അന്നേരം നോക്കാം. ഒരു കാര്യം കൂടി, കെ മുരളീധരൻ ഇപ്പോൾ പറഞ്ഞത് പാർട്ടിക്ക് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്. ആ സ്ഥാനത്ത് ഇനി തുടരണോ എന്ന് രാഹുൽ തീരുമാനിക്കേണ്ടതെന്നാണ്. ആ അഭിപ്രായം കൺവീനർക്കുണ്ടോ? അല്ല, അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. എനിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് മറുപടി പറയാൻ ഞാൻ ആളല്ല. അദ്ദേഹം വളരെ മുതിർന്ന നേതാവാണ്. KPCCയുടെ പ്രസിഡന്റായിരുന്ന നേതാവാണ്. അദ്ദേഹത്തിന് മറുപടി പറയാൻ അടൂർ പ്രകാശിനെ കിട്ടില്ല.